വാർത്തകളിലേക്ക് വീണ്ടും ഇപ്പോൾ പുറത്തുവരുന്ന സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ മാന്നാറിൽ അച്ഛൻ ജ്യൂസിൽ വിഷം കലർത്തി നൽകിയ മകളും മരിച്ചു. 12 വയസ്സുള്ള ശിവനന്ദനയാണ് മരിച്ചത്. ഇളയ മകൾ ശിവകീർത്തന ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാന്നാർ ശിവശൈലത്തിൽ മനോജാണ് 2 പെൺകുട്ടികൾക്കും വിഷം നൽകിയ ശേഷം ആത്മഹത്യ ചെയ്തത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, നേരത്തെ വലിയ നടുക്കത്തോടുകൂടി നമ്മൾ കേട്ട വാർത്തയാണ്. ഇപ്പോൾ ആ അച്ഛന് പിന്നാലെ, ജീവനൊടുക്കിയ അച്ഛന് പിന്നാലെ ചികിത്സയിലിരിക്കെ ഒരു കുട്ടി കൂടി മരിച്ചു എന്ന വിവരം പുറത്തു വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഈ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ് മനീഷ്? റീജിത്ത്, വളരെ ദുഃഖകരമായ വാർത്തയാണ് ആലപ്പുഴ മാന്നാർ കുരട്ടശ്ശേരിയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. അവിടെ ഇന്ന് വൈകിട്ട് 3:30-ക്കാണ് ഈ സംഭവം നടക്കുന്നത്. മാന്നാർ ശ്രീ ഭുവനേശ്വരി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് 12 വയസ്സുള്ള ഈ കുട്ടി. ശിവനന്ദനയും ശിവനന്ദനയുടെ അനുജത്തിയും കൂടി സ്കൂളിൽ പോയി തിരികെ അച്ഛൻ മനോജാണ് വിളിക്കാൻ പോയത്. കാറിൽ വിളിക്കാൻ പോയ മനോജ് തിരികെ വരുമ്പോൾ ബോട്ടിൽഡ് ജ്യൂസ്, അതായത് ബോട്ടിലാക്കിയ ജ്യൂസ് അതിൽ വിഷം കലർത്തിയ ശേഷം 2 മക്കൾക്ക് നൽകുകയായിരുന്നു. അതിനുശേഷം ഒരു മാന്നാറിലുള്ള ഒരു പാലത്തിന് സമീപത്ത് ഈ കാറിനുള്ളിൽ 3 പേരെയും അബോധാവസ്ഥയിൽ കണ്ട നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ മനോജ് മരിച്ചിരുന്നു. മൂത്ത മകൾ ശിവനന്ദനയുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ 10 മണിക്കാണ് ശിവനന്ദനയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. അനുജത്തി, അതായത് ശിവനന്ദനയുടെ അനുജത്തി ശിവകീർത്തനയുടെ ആരോഗ്യസ്ഥിതി അപകടനില തരണം ചെയ്തു എന്നാണ് നിലവിൽ അറിയിക്കുന്നത്. ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ ഈ മരണത്തിന്റെ അല്ലെങ്കിൽ ഈ തരത്തിൽ വിഷം സ്വന്തം മക്കൾക്ക് കൊടുക്കാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് മാന്നാർ പോലീസ് അന്വേഷിക്കുകയാണ്. നിലവിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ മനോജിന് എംസാൻഡിന്റെയും മെറ്റലിന്റെയൊക്കെ കച്ചവടമായിരുന്നു. ഇതിലുണ്ടായ ബിസിനസ്സിലുണ്ടായ സാമ്പത്തിക നഷ്ടം, അതിന്റെ സാമ്പത്തിക ബാധ്യത മൂലം ഏറെ നാളുകളെ വലിയ മനോവിഷമത്തിലായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇങ്ങനെ കുടുംബം മൊത്തത്തിൽ ആത്മഹത്യ ചെയ്യാനുള്ള നീക്കത്തിലേക്ക് നടന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മനോജിന്റെ ഭാര്യയും 1.5 വയസ്സുള്ള കുട്ടിയും വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്താണ് 2 മക്കളെ വിളിക്കാൻ വേണ്ടി ഈ സ്കൂളിൽ പോയി തിരികെ വരുന്ന സമയത്ത് അവർക്ക് ജ്യൂസിൽ വിഷം കലർത്തി നൽകിയത്. ശരി, സാമ്പത്തിക ബാധ്യതയാണ് ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് ഈ പിതാവിനെ പ്രേരിപ്പിച്ചത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായിട്ടുള്ളത്. നേരത്തെ തന്നെ പിതാവിൻ്റെ മരണം സ്ഥിരീകരിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ 2 കുട്ടികളായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. അതിലൊരു കുട്ടി മരിച്ചിരിക്കുന്നു, മറ്റൊരു കുട്ടി ചികിത്സയിൽ തുടരുകയാണ്. മനീഷ് മഹിവാൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം.